നമസ്കാരം. UK സ്പെഷ്യൽ ന്യൂസിലേക്ക് സ്വാഗതം. ഇംഗ്ലണ്ടിലെയും വെയിൽസിലെയും NHSൽ എൻഡോമെട്രിയോസിസ് രോഗനിർണയം വളരെ വേഗത്തിലാക്കാൻ സഹായിക്കുന്ന രണ്ട് പുതിയ പരിശോധനകൾക്ക് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഹെൽത്ത് ആൻഡ് കെയർ എക്സലൻസ് അനുമതി നൽകി. എൻഡോടെസ്റ്റ്, എൻഡോഷ്യൂർ എന്നീ രണ്ട് പരിശോധനകൾക്കാണ് സർക്കാർ അംഗീകാരം നൽകിയത്. ഈ പുതിയ പരിശോധനയിലൂടെ രോഗനിർണയത്തിനായി കാത്തിരിക്കേണ്ടി വരുന്ന അവസ്ഥ കുറയും. പുതിയ രണ്ട് പരിശോധനകളിൽ ആദ്യത്തെ പരിശോധന എൻഡോടെസ്റ്റ് എന്നതാണ്. ഇതൊരു ഉമിനീർ പരിശോധനയാണ്. ഉമിനീരിലെ ജൈവ മാർക്കറുകൾ ഉപയോഗിച്ച് എൻഡോമെട്രിയോസിസ് ഉണ്ടോ എന്ന് കണ്ടെത്താൻ ഇത് സഹായിക്കുന്നു. രണ്ടാമത്തെ പരിശോധന എൻഡോഷ്യൂർ എന്നാണ്. ഇതൊരു കുടൽ സെൻസർ അധിഷ്ഠിത പരിശോധനയാണ്. വൈറൽ ഘടിപ്പിക്കുന്ന സെൻസർ പാഡുകൾ ഉപയോഗിച്ച് വെറും 45 മിനിറ്റിനുള്ളിൽ ഇതിന്റെ ഫലം ലഭ്യമാകും. നിലവിൽ എൻഡോമെട്രിയോസിസ് രോഗനിർണയത്തിന് അൾട്രാസൗണ്ട്, MRI അല്ലെങ്കിൽ ലാപ്രോസ്കോപ്പി പോലുള്ള ശസ്ത്രക്രിയകൾ ആവശ്യമാണ്. UK ഒരു സ്ത്രീക്ക് ഈ രോഗം കൃത്യമായി നിർണ്ണയിക്കാൻ ശരാശരി 9 വർഷത്തിലധികം എടുക്കും. ചിലർക്ക് 10 വർഷം വരെ കാത്തിരിക്കേണ്ടി വരാറുണ്ട്. എന്നാൽ ഈ പുതിയ ശസ്ത്രക്രിയ ഇല്ലാത്ത പരിശോധനകൾ വരുന്നതോടെ കാത്തിരിപ്പ് കാലാവധി ഗണ്യമായി കുറയ്ക്കാനും വേഗത്തിൽ ചികിത്സ ലഭ്യമാക്കാനും സാധിക്കും. ഈ പുതിയ സംവിധാനം 3 വർഷത്തെ താൽക്കാലിക അംഗീകാരത്തോടെയാണ് പൊതുജനങ്ങൾക്ക് ലഭ്യമാക്കുന്നത്. ഈ കാലയളവിൽ ഇവയുടെ കൃത്യതയും ഫലപ്രാപ്തിയും കൂടുതൽ വിലയിരുത്തപ്പെടും. ഇംഗ്ലണ്ടിലെ NHS ആശുപത്രികളുടെയും ആംബുലൻസ് മാനസികാരോഗ്യ ട്രസ്റ്റുകളുടെയും പ്രവർത്തനക്ഷമത ഇനി ജീവനക്കാരുടെ സുരക്ഷയും ക്ഷേമവും എത്രത്തോളം ഉറപ്പാക്കുന്നു എന്നതിന്റെ കൂടി അടിസ്ഥാനത്തിലാകും വിലയിരുത്തുക. ജൂലൈ മുതൽ ഇംഗ്ലണ്ടിലെ എല്ലാ NHS ആംബുലൻസ് മെന്റൽ ഹെൽത്ത് ട്രസ്റ്റുകൾക്കും പുതിയ മാനദണ്ഡങ്ങൾ നടപ്പിലാക്കുമെന്ന് സർക്കാർ പ്രഖ്യാപിച്ചു. UK സർക്കാരിന്റെ ഈ പദ്ധതി 15 ലക്ഷത്തിലധികം NHS ജീവനക്കാരെ ബാധിക്കുന്നതാണ്. സെക്കൻഡറി കെയർ വിഭാഗത്തിലെ എല്ലാ NHS സ്ഥാപനങ്ങൾക്കും ഇത് ബാധകമാകും. നിലവിൽ GP സർജറികൾ ഉൾപ്പെടുന്ന പ്രൈമറി കെയർ മേഖല ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല എങ്കിലും വരും വർഷങ്ങളിൽ അവിടേക്കും വ്യാപിപ്പിക്കാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. പുതിയ മാനദണ്ഡങ്ങൾ പ്രകാരം ആശുപത്രികളെയും ആംബുലൻസ് സേവനങ്ങളെയും 6 പ്രധാന മേഖലകളിൽ വിലയിരുത്തും. ജീവനക്കാർക്കെതിരായ വംശീയത തടയൽ, ജോലിസ്ഥലത്തെ അതിക്രമങ്ങൾ കുറയ്ക്കൽ, ലൈംഗിക സുരക്ഷ ഉറപ്പാക്കൽ, ഫ്ലെക്സിബിൾ ജോലി സംവിധാനങ്ങൾ പ്രോത്സാഹിപ്പിക്കൽ, ലൈൻ മാനേജ്മെന്റ്, ജീവനക്കാരുടെ ആരോഗ്യക്ഷേമ പിന്തുണ എന്നിവയാണ് വിലയിരുത്തുന്നത്. ഓരോ വിഭാഗത്തിനും 1 മുതൽ 4 വരെ സ്കോർ നൽകും. ഈ സ്കോറുകളുടെ അടിസ്ഥാനത്തിലായിരിക്കും സ്ഥാപനത്തിന്റെ ആകെ റേറ്റിംഗ് നിശ്ചയിക്കുക. ആദ്യമായി NHS സ്റ്റാഫ് സർവേയിലെ ജീവനക്കാരുടെ ക്ഷേമവുമായി ബന്ധപ്പെട്ട പ്രകടനവും ആശുപത്രികളുടെ മൊത്തം പ്രകടന റേറ്റിംഗിന്റെ ഭാഗമാകും. കാത്തിരിപ്പ് പട്ടികയും അത്യാഹിത വിഭാഗം സേവനങ്ങളും ഒരുപോലെ ജീവനക്കാരുടെ ക്ഷേമത്തിനും ഇനി ഔദ്യോഗിക വിലയിരുത്തലിൽ നിർണായക സ്ഥാനമുണ്ടാകും. NHS ജീവനക്കാരാണ് നമ്മുടെ ആരോഗ്യ സേവനത്തിന്റെ നട്ടെല്ല്. അവർ മാന്യതയോടെയും ബഹുമാനത്തോടെയും പരിഗണിക്കപ്പെടണം. ജീവനക്കാർ റിപ്പോർട്ട് ചെയ്യുന്ന വംശീയതയും അതിക്രമവും ലൈംഗിക പീഡനവും ഒരിക്കലും അംഗീകരിക്കാനാവാത്തതാണ്. ജീവനക്കാർക്ക് മികച്ച പിന്തുണ ഉറപ്പാക്കും. ഇതോടെ സേവനവും മെച്ചപ്പെടുത്താനാകുമെന്ന് മന്ത്രി കരൺ സ്മിത്ത് പറഞ്ഞു. ബ്രിട്ടനിലേക്കുള്ള സന്ദർശനത്തിനിടെ ബക്കിംഗ്ഹാം കൊട്ടാരത്തിൽ ഹാരിയെ താമസിക്കാൻ അനുവദിക്കില്ല എന്ന് രാജകൊട്ടാരം അറിയിച്ചതോടെ ബ്രിട്ടീഷ് രാജകുടുംബത്തിൽ പുതിയ വിവാദം. ഇൻവിക്ടസ് ഗെയിംസുമായി ബന്ധപ്പെട്ട പരിപാടികളിലും മറ്റ് ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലും പങ്കെടുക്കാനായി ലണ്ടനിലും ബർമിംഗ്ഹാമിലും എത്തുന്ന ഹാരി കൊട്ടാരത്തിൽ താമസിക്കാനുള്ള ക്ഷണം സ്വീകരിച്ചെന്ന വാർത്ത പുറത്തുവന്നതിന് തൊട്ടു പിന്നാലെയാണ് കൊട്ടാരത്തിന്റെ വിശദീകരണം. ഹാരിയുടെ വക്താവിന്റെ വാദമനുസരിച്ച് കുടുംബത്തിന് ആവശ്യമായ സുരക്ഷാ ക്രമീകരണങ്ങൾ ഉറപ്പാക്കിയ ശേഷം താമസം ക്ഷണം ഔദ്യോഗികമായി സ്വീകരിച്ചിരുന്നു. എന്നാൽ ഹാരി നൽകിയിരിക്കുന്ന സ്വകാര്യതാ ലംഘന കേസിലെ വിധി ഉടൻ വരാനിരിക്കുന്നതിനെ തുടർന്ന് അവസാന നിമിഷം ക്ഷണം പിൻവലിച്ചതായി അദ്ദേഹം ആരോപിച്ചു. മറുവശത്ത് ആവശ്യമായ സമയം മുൻകൂട്ടി അറിയിക്കാത്തതിനാലും താമസത്തിന് ആവശ്യമായ ജീവനക്കാരുടെയും സൗകര്യങ്ങളുടെയും ക്രമീകരണം സാധ്യമല്ലാത്തതിനാലുമാണ് തീരുമാനമെടുത്തതെന്ന് കൊട്ടാര വൃത്തങ്ങൾ വ്യക്തമാക്കി. ഹാരിയുടെ ഭാര്യ മേഗനും മക്കളായ ആർച്ചിയും ലിലിബെറ്റും ലണ്ടൻ സന്ദർശനത്തിൽ പങ്കെടുക്കില്ല എന്നും പിന്നീട് ബർമിംഗ്ഹാമിൽ ചേരാൻ സാധ്യതയുണ്ടെന്നും അറിയിച്ചിട്ടുണ്ട്. കുടുംബത്തിന്റെ സുരക്ഷാ ക്രമീകരണങ്ങളെ ചൊല്ലിയുള്ള തർക്കം ഇതിനകം തന്നെ ചർച്ചയായിരിക്കെയാണ് താമസവുമായി ബന്ധപ്പെട്ട പുതിയ വിവാദം ഉയർന്നത്. രാജാവ് ചാൾസുമായും കുടുംബവുമായും നിലനിൽക്കുന്ന അകൽച്ചയുടെ പശ്ചാത്തലത്തിൽ സംഭവം കൂടുതൽ ശ്രദ്ധ നേടുകയാണ്. UK-യിൽ നിന്ന് നാട്ടിലേക്ക് പണം അയക്കുന്നതും നാട്ടിൽ നിന്നും തിരികെ പണം അയക്കുന്നതും ഉൾപ്പെടെ എളുപ്പമാക്കാൻ UK-യിലെ മുൻനിര ബാങ്കുകൾ പുതിയ സ്വിഫ്റ്റ് ഫ്രെയിംവർക്കിലേക്ക് മാറുന്നു. UK-യിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് നാട്ടിൽ നിന്നും പണം അയക്കൽ ഇത് എളുപ്പമാക്കും. ബാർക്ലേസ്, HSBC, ലോയ്ഡ്സ്, നാറ്റ്വെസ്റ്റ് എന്നിവയെല്ലാം പുതിയ സ്വിഫ്റ്റ് സിസ്റ്റത്തിലേക്ക് മാറിയിട്ടുണ്ട്. UK-യിലെ മുൻനിര ബാങ്കുകൾ പുതിയ സ്വിഫ്റ്റ് ഫ്രെയിംവർക്കിലേക്ക് മാറുന്നു. ഏകദേശം 200 വിപണികളിലായി 11,500-ലേറെ സാമ്പത്തിക സ്ഥാപനങ്ങളെ ബന്ധിപ്പിക്കുന്ന ആഗോള ശൃംഖലയാണ് സ്വിഫ്റ്റ്. പുതിയ സിസ്റ്റം ഉപയോഗിച്ച് വിദേശത്ത് നിന്ന് പണം അയക്കുമ്പോൾ അതിലൊരു തുക പോലും കുറയാതെ ബാങ്ക് അക്കൗണ്ടിൽ എത്തുമെന്നതാണ് പ്രധാനപ്പെട്ട ഗുണം. ഭൂരിഭാഗം കേസുകളിലും പണം മിനിറ്റുകൾക്കുള്ളിൽ ക്രെഡിറ്റ് ആകും. ലോക്കൽ ബാങ്കിംഗ് സിസ്റ്റം ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഉടൻ എത്തുകയും ചെയ്യും. പണം അയക്കുന്നതിന് മുൻപ് തന്നെ അതിനാവശ്യമായി വരുന്ന ചെലവുകളും എക്സ്ചേഞ്ച് റേറ്റും വ്യക്തമായി കാണിക്കും. അതുകൊണ്ട് തന്നെ സർപ്രൈസുകളും ഒഴിവാകും. ഒരു പാഴ്സൽ അയക്കുന്നത് പോലെ പണം ട്രാൻസ്ഫർ ചെയ്താൽ ഓരോ നടപടിക്രമവും ട്രാക്ക് ചെയ്യാൻ സാധിക്കും. ലോകത്തിൽ ഈ സിസ്റ്റം സ്വീകരിക്കുന്ന ആദ്യ ബാങ്കുകളായി ബാർക്ലേസ്, HSBC, ലോയ്ഡ്സ്, നാറ്റ്വെസ്റ്റ് എന്നിവ മാറിയിട്ടുണ്ട്.
ഇന്ത്യക്ക് പുറമെ ഓസ്ട്രേലിയ, ചൈന, തുർക്കി എന്നീ രാജ്യങ്ങളിൽ നിന്ന് പണം അയക്കുന്നവർക്കാണ് ആദ്യഘട്ടത്തിൽ ഇതിന്റെ ഗുണം ലഭിക്കുക. UK-യിൽ പഠിക്കാനെത്തുന്ന വിദ്യാർത്ഥികൾക്ക് നാട്ടിൽ നിന്ന് അയക്കുന്ന പണം ഏറെ പ്രാധാന്യമുള്ളതാണ്. UK-യുടെ ഫോറിൻ റെമിറ്റൻസിൽ ഇത് സുപ്രധാനമാണ്. UK-യിൽ പഠിക്കാനും താമസിക്കാനും ദൈനംദിന ചെലവുകൾക്കും ഉൾപ്പെടെ പണം വേഗത്തിൽ കിട്ടുക എന്നത് പലരുടെയും സ്വപ്നമാണ്. പ്രത്യേകിച്ച് എക്സ്ചേഞ്ച് റേറ്റിലെ വ്യക്തത കുറവും മറ്റ് ഡിഡക്ഷനുകളും അയക്കുന്ന പണത്തിൽ കുറവ് വരുത്താറുണ്ട്. ബ്രിട്ടനിലെ പൊതുഗതാഗത സംവിധാനം പൂർണ്ണമായും ഭിന്നശേഷി സൗഹൃദമാക്കിയാൽ രാജ്യത്തിന്റെ സമ്പദ്വ്യവസ്ഥയ്ക്ക് പ്രതിവർഷം 176 ബില്യൺ പൗണ്ടിന്റെ അധിക നേട്ടമുണ്ടാകുമെന്ന റിപ്പോർട്ട് പുറത്തുവന്നു. ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് മെക്കാനിക്കൽ എഞ്ചിനീയേഴ്സ് പുറത്തിറക്കിയ പഠനത്തിലാണ് ഈ വിലയിരുത്തൽ. നിലവിൽ ഗതാഗത സൗകര്യങ്ങളിലെ പരിമിതികൾ കാരണം ഏകദേശം 28 ലക്ഷം ഭിന്നശേഷിക്കാർക്ക് തൊഴിൽ രംഗത്തേക്ക് പ്രവേശിക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്നും റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു. ലിഫ്റ്റുകൾ, റാമ്പുകൾ, സുഗമമായ സ്റ്റേഷൻ സൗകര്യങ്ങൾ, സെൻസറി സൗഹൃദ സംവിധാനങ്ങൾ എന്നിവ വ്യാപകമാക്കിയാൽ കൂടുതൽ ആളുകൾക്ക് ജോലിയിൽ പ്രവേശിക്കാനാകുമെന്നും അതുവഴി സമ്പദ്വ്യവസ്ഥയ്ക്ക് വലിയ ഉത്തേജനം ലഭിക്കുമെന്നും റിപ്പോർട്ട് വ്യക്തമാക്കി. കൂടാതെ റീറ്റെയിൽ, വിനോദസഞ്ചാരം, വിനോദ മേഖലകൾ എന്നിവയിൽ നിന്ന് പ്രതിവർഷം 22.3 ബില്യൺ പൗണ്ടിന്റെ അധിക വരുമാനവും പൊതുഗതാഗത നിരക്കുകളിൽ നിന്ന് 10 മുതൽ 34 ബില്യൺ പൗണ്ട് വരെ അധിക വരുമാനവും ലഭിക്കുമെന്നാണ് കണക്ക്. റെയിൽ ശൃംഖല പൂർണ്ണമായും ഉൾക്കൊള്ളുന്നതാക്കാൻ 20 മുതൽ 24 ബില്യൺ പൗണ്ട് വരെ ചെലവ് വരുമെന്നാണ് വിലയിരുത്തൽ. എന്നാൽ ഈ ചെലവിനേക്കാൾ വളരെ വലുതാണ് സാമ്പത്തിക നേട്ടമെന്നും പഠനം വ്യക്തമാക്കുന്നു. ഭിന്നശേഷിക്കാർക്ക് തൊഴിൽ, വിദ്യാഭ്യാസം, സാമൂഹ്യ ജീവിതം എന്നിവയിൽ കൂടുതൽ പങ്കാളിത്തം ഉറപ്പാക്കാൻ ഗതാഗത രംഗത്ത് അടിയന്തര പരിഷ്കാരങ്ങൾ വേണമെന്ന് വിദഗ്ധരും അഭിപ്രായപ്പെട്ടു. ഇതിനിടെ ഗതാഗത സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനായി 280 ദശലക്ഷം പൗണ്ടിന്റെ പദ്ധതികൾ നടപ്പാക്കി വരികയാണെന്ന് ബ്രിട്ടീഷ് ഗതാഗത വകുപ്പ് അറിയിച്ചു. ബ്രിട്ടന്റെ നികുതി വകുപ്പായ HMRC വർഷങ്ങളായി പിന്തുടർന്നിരുന്ന പഴയ ഔട്ട്സോഴ്സിംഗ് മാതൃക അവസാനിപ്പിച്ച് പുതിയ പ്രവർത്തന രീതിയിലേക്ക് മാറിയതായി റിപ്പോർട്ട്. അതിർത്തി വ്യാപാരവുമായി ബന്ധപ്പെട്ട ഡിജിറ്റൽ സേവനങ്ങൾ കൈകാര്യം ചെയ്തിരുന്ന കരാർ ജീവനക്കാരെ ഒഴിവാക്കി കൂടുതൽ കാര്യക്ഷമമായ സംവിധാനം നടപ്പാക്കിയതോടെയാണ് മാറ്റം. ഇതിലൂടെ പ്രതിവർഷം ഏകദേശം 10 ലക്ഷം പൗണ്ടിലധികം ലാഭിക്കാനാകുമെന്നാണ് വിലയിരുത്തൽ. ചെലവ് കുറയ്ക്കുന്നതിനൊപ്പം സാങ്കേതിക സേവനങ്ങളുടെ നിയന്ത്രണം നേരിട്ട് വകുപ്പിന്റെ കൈകളിൽ എത്തിക്കുക എന്ന ലക്ഷ്യമാണ് തീരുമാനത്തിന് പിന്നിലെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. പുതിയ സംവിധാനം നടപ്പാക്കിയത് വെറും 3 ആഴ്ചകൾക്കുള്ളിലാണെന്നും ഈ കാലയളവിൽ സേവനങ്ങളിൽ യാതൊരു തടസ്സവും ഉണ്ടായിട്ടില്ല എന്നും അധികൃതർ വ്യക്തമാക്കി. ജീവനക്കാരെ പരിശീലിപ്പിക്കുന്നതിനും ജോലിയിൽ ഉൾപ്പെടുത്തുന്നതിനുമുള്ള സമയം ഗണ്യമായി കുറഞ്ഞതായും റിപ്പോർട്ടുണ്ട്. നിർണായക സാങ്കേതിക അറിവുകൾ പുറം കരാറുകാരുടെ കൈവശം തുടരുന്നതിന് പകരം അവ സ്ഥാപനത്തിനുള്ളിൽ തന്നെ നിലനിർത്താൻ കഴിയുന്നതും പുതിയ മാതൃകയുടെ പ്രധാന നേട്ടമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി HMRCയുടെ പഴയ IT സംവിധാനങ്ങളെയും ഉയർന്ന ചെലവുകളെയും കുറിച്ച് വിമർശനങ്ങൾ ഉയർന്നിരുന്നു. നികുതി സംവിധാനത്തെ കൂടുതൽ ഡിജിറ്റലാക്കാനും ആധുനികവൽക്കരിക്കാനുമുള്ള ബ്രിട്ടീഷ് സർക്കാരിന്റെ വിപുലമായ പദ്ധതികളുടെ ഭാഗമായാണ് ഈ മാറ്റം വിലയിരുത്തപ്പെടുന്നത്. പേപ്പർ അധിഷ്ഠിത നടപടികൾ കുറച്ച് കൂടുതൽ ഓൺലൈൻ സേവനങ്ങളിലേക്ക് മാറുന്നതിനും കൃത്രിമ ബുദ്ധി ഉൾപ്പെടെയുള്ള സാങ്കേതിക വിദ്യകൾ പ്രയോജനപ്പെടുത്തുന്നതിനുമുള്ള നടപടികൾ സർക്കാർ നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു. ഭരണ ചെലവ് കുറയ്ക്കുക, നികുതിദായകർക്ക് വേഗത്തിലുള്ള സേവനങ്ങൾ ഉറപ്പാക്കുക, വകുപ്പിന്റെ കാര്യക്ഷമത വർദ്ധിപ്പിക്കുക എന്നിവയാണ് പുതിയ പരിഷ്കാരങ്ങളുടെ പ്രധാന ലക്ഷ്യങ്ങളെന്ന് സർക്കാർ വ്യക്തമാക്കി. നോർവീജിയൻ കടലിൽ ബ്രിട്ടീഷ് വ്യൂഹത്തിനടുത്തേക്ക് വന്നുകൊണ്ടിരുന്ന റഷ്യൻ പെട്രോളിംഗ് വിമാനത്തെ UK-യുടെ F-35 യുദ്ധവിമാനങ്ങൾ തടഞ്ഞു. നാറ്റോ സഖ്യത്തിന്റെ ഭാഗമായി ഐസ്ലൻഡിന് സമീപം വിന്യസിച്ചിരിക്കുന്ന ബ്രിട്ടീഷ് കാരിയർ സ്ട്രൈക്ക് ഗ്രൂപ്പിന് നേരെയാണ് റഷ്യൻ വിമാനത്തിന്റെ പ്രകോപനപരമായ നീക്കമുണ്ടായത്. റഷ്യയുടെ നടപടി അപകടകരവും ധാർമ്മികതയ്ക്ക് നിരക്കാത്തതുമാണെന്ന് UK പ്രതിരോധ മന്ത്രാലയം വ്യക്തമാക്കി. നോർവീജിയൻ കടലിലെ ബ്രിട്ടീഷ് വ്യൂഹത്തിനടുത്തേക്ക് വന്നുകൊണ്ടിരുന്ന റഷ്യൻ പെട്രോളിംഗ് വിമാനത്തെ UK-യുടെ F-35 യുദ്ധവിമാനങ്ങൾ തടഞ്ഞ സംഭവം വ്യാഴാഴ്ചയായിരുന്നു. റഷ്യയുടെ ബെയറഫ് പെട്രോളിംഗ് വിമാനം UK-യുടെ പ്രധാന വിമാനവാഹിനി കപ്പലായ HMS പ്രിൻസ് ഓഫ് വെയിൽസിന് അടുത്തെത്തുകയും വളരെ താഴ്ന്നു പറക്കുകയും ചെയ്തു. കൂടാതെ കപ്പലിന് സമീപത്തെ കടൽ വെള്ളത്തിലേക്ക് അന്തർവാഹിനികളെ കണ്ടെത്താൻ ഉപയോഗിക്കുന്ന 10 സോണോബോയിലുകൾ ഈ വിമാനം നിക്ഷേപിക്കുകയും ചെയ്തു. അന്താരാഷ്ട്ര ഫ്രീക്വൻസികളിലൂടെ ബ്രിട്ടീഷ് സൈന്യം റഷ്യൻ വിമാനവുമായി ബന്ധപ്പെടാൻ ശ്രമിച്ചുവെങ്കിലും അവർ മറുപടി നൽകിയില്ല. ഇതേ തുടർന്നാണ് വിമാനവാഹിനി കപ്പലിൽ നിന്ന് 2 F-35 ജെറ്റുകൾ പറന്നുയർന്ന് റഷ്യൻ വിമാനത്തെ അവിടെ നിന്നും അകറ്റി മാറ്റിയത്. റഷ്യയിൽ നിന്നുള്ള ഭീഷണി കരയിലും കടലിലും ആകാശത്തും സൈബർ ഇടങ്ങളിലും ഉൾപ്പെടെ എല്ലാ മേഖലകളിലും നിലനിൽക്കുന്നുണ്ടെന്ന് UK പ്രതിരോധ സെക്രട്ടറി ഡാൻ ജാർവിസ് വ്യക്തമാക്കി. റഷ്യൻ ഭീഷണി നേരിടുന്നതിനായി UK തങ്ങളുടെ സൈനിക ബജറ്റിൽ 15 ബില്യൺ പൗണ്ടിന്റെ വർധനവ് പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ പ്രതിപക്ഷ എംപിമാരും മുൻ സൈനിക ഉദ്യോഗസ്ഥരും ഈ തുക ഇപ്പോഴത്തെ ഭീഷണിയുടെ വ്യാപ്തി വെച്ച് നോക്കുമ്പോൾ ഒട്ടും മതിയാകില്ല എന്ന് വിമർശിക്കുന്നുണ്ട്. UK-യിലെ ഹൈന്ദവ സമൂഹത്തെ ജാതി വിഭാഗ രാഷ്ട്രീയ ചിന്തകൾക്ക് അതീതമായി ഒരൊറ്റ കുടക്കീഴിൽ അണിനിരത്തുക എന്ന ലക്ഷ്യത്തോടെ രൂപീകരിക്കപ്പെട്ട ഹൈന്ദവം കേന്ദ്ര സംഘടനയുടെ പ്രഥമ സംഗമം ഹൈന്ദവം 2026 പ്രൗഢഗംഭീരമായി നടന്നു. 2026 ജൂൺ 27 ശനിയാഴ്ചയാണ് സംഘടനയുടെ ചരിത്രപരമായ ഈ പ്രഥമ സംഗമം അരങ്ങേറിയത്. സൗത്ത് വെസ്റ്റ് ഇംഗ്ലണ്ട്, വെസ്റ്റ് മിഡ്ലാൻഡ്സ്, വെയിൽസ് തുടങ്ങിയ മേഖലകളിലെ 14ഓളം സജീവ ഹൈന്ദവ അസോസിയേഷനുകളുടെ സംയുക്ത പങ്കാളിത്തത്തോടെയാണ്
ഈ മാതൃസംഘടനയ്ക്ക് രൂപം നൽകിയിരിക്കുന്നത്. കഴിഞ്ഞ ഫെബ്രുവരിയിൽ ബ്രിസ്റ്റോളിൽ ഒത്തുകൂടിയ പ്രതിനിധികളുടെ ആലോചനാ യോഗമാണ് UK-യിലെ ഹൈന്ദവർക്കായി വിപുലമായ ഒരു വേദി ഒരുക്കുക എന്ന ലക്ഷ്യത്തോടെ ഈ കൂട്ടായ്മയ്ക്ക് അടിത്തറയിട്ടത്. നമ്മുടെ സനാതന സംസ്കാരത്തെ തനിമയോടെ വരും തലമുറയ്ക്ക് പകർന്നു നൽകാനും വിഘടിച്ചു നിൽക്കുന്ന ഘടകങ്ങളെ ഏകോപിപ്പിക്കാനും ഹൈന്ദവം സംഘടനയിലൂടെ സാധിക്കുമെന്ന് ഭാരവാഹികൾ വ്യക്തമാക്കി. UK-യിൽ നിലവിൽ ഈ കൂട്ടായ്മയുടെ ഭാഗമാകാതെ മാറി നിൽക്കുന്ന മറ്റെല്ലാ ഹൈന്ദവ സംഘടനകളെയും സമാന ചിന്താഗതിയുള്ള കൂട്ടായ്മകളെയും ഹൈന്ദവം എന്ന ഈ വലിയ കുടുംബത്തിലേക്ക് ഭാരവാഹികൾ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്തു. നമ്മുടെ ഐക്യവും സാംസ്കാരിക തനിമയും കൂടുതൽ കരുത്തുറ്റതാക്കാൻ എല്ലാ സംഘടനകളുടെയും പങ്കാളിത്തം അനിവാര്യമാണെന്നും ഒരുമിച്ച് ഒരു കുടക്കീഴിൽ അണിനിരക്കാൻ താല്പര്യമുള്ള എല്ലാ കൂട്ടായ്മകൾക്കുമായി ഹൈന്ദവത്തിന്റെ വാതിലുകൾ എപ്പോഴും തുറന്നിട്ടിരിക്കുകയാണെന്നും ഭാരവാഹികൾ ഓർമ്മിപ്പിച്ചു. സംഗമത്തിൽ സംഘടനയുടെ ഔദ്യോഗിക ഉദ്ഘാടനം കമ്മിറ്റി അംഗങ്ങൾ എല്ലാവരും ചേർന്ന് ഭദ്രദീപം കൊളുത്തി നിർവഹിച്ചു. ചടങ്ങിൽ സംഘടനയുടെ ലോഗോ പ്രകാശനം കൂടി നടന്നു. നമ്മുടെ സംസ്കാരത്തെ നെഞ്ചിലേറ്റിക്കൊണ്ട് ശക്തമായ ഒരു പ്ലാറ്റ്ഫോം ഒരുക്കാൻ ഈ കൂട്ടായ്മയ്ക്ക് സാധിക്കുമെന്ന് പ്രസിഡന്റ് ബിനു ദാമോദരൻ തന്റെ ഉദ്ഘാടന പ്രസംഗത്തിൽ പ്രത്യാശ പ്രകടിപ്പിച്ചു. തുടർന്ന് ജോയിന്റ് സെക്രട്ടറി റിജേഷ് രാജ് അധ്യക്ഷ പ്രസംഗം നടത്തി. കേരളത്തിലെ ഹൈന്ദവ സംസ്കാരത്തെ കുറിച്ചുള്ള ദീർഘകാല പഠനങ്ങളിലൂടെ പ്രശസ്തനായ ഓക്സ്ഫോർഡിലെ പ്രൊഫസർ ഡോക്ടർ അലക്സ് ഗെത്ത് ചടങ്ങിൽ മുഖ്യ പ്രഭാഷണം നടത്തി. ഏറെ അറിവ് പകരുന്നതും ഹൃദ്യവുമായിരുന്നു അദ്ദേഹത്തിന്റെ വാക്കുകൾ. പ്രസിഡന്റ് ബിനു ദാമോദരൻ, സെക്രട്ടറി വർണ്ണ വിജയൻ, ട്രഷറർ കൃഷ്ണചന്ദ്രൻ ഉണ്ണിത്താൻ തുടങ്ങിയവരാണ് നിലവിലെ ഭാരവാഹികൾ. സംഘടനയുടെ സുഗമമായ പ്രവർത്തനങ്ങൾക്കായി പ്രശാന്ത്, സനോജ്, ലക്ഷ്മി, വിനീത്, ഹരിദാസ്, രാജേഷ്, രേഖ, ഉണ്ണി, ബിബിൻ എന്നിവരടങ്ങുന്ന ശക്തമായ ഒരു എക്സിക്യൂട്ടീവ് കമ്മിറ്റിയും രൂപീകരിച്ചിട്ടുണ്ട്. UK-യുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള നിരവധി കുടുംബങ്ങൾ പങ്കെടുത്ത പരിപാടിയിൽ കുട്ടികളുടെയും മുതിർന്നവരുടെയും വൈവിധ്യമാർന്ന കലാപരിപാടികളും കളികളും അരങ്ങേറി. വരും ദിവസങ്ങളിൽ കൂടുതൽ ശക്തമായ ജനക്ഷേമ സാംസ്കാരിക പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകാനാണ് സംഘടന ലക്ഷ്യമിടുന്നത്. പ്രമുഖ മരിയൻ ധ്യാന കേന്ദ്രവും ആത്മീയ കൃപകൾക്കും നവീകരണത്തിനും അനുഗ്രഹീത സന്നിധിയുമായ കൃപാസനം മരിയൻ സെന്റർ ലണ്ടനിൽ വെച്ച് ത്രിദിന കൃപാസനം ഉടമ്പടി ധ്യാനം സംഘടിപ്പിക്കുന്നു. ലണ്ടനിലെ ഹാരോയിൽ ബൈറൺ ഹാളിൽ വെച്ച് ഓഗസ്റ്റ് 29, 30, 31 തീയതികളിലാണ് കൃപാസന ഉടമ്പടി ധ്യാനം ക്രമീകരിച്ചിരിക്കുന്നത്. കഴിഞ്ഞ വർഷം UK-യിൽ സംഘടിപ്പിച്ച മരിയൻ കൃപാസന ഉടമ്പടി ധ്യാനങ്ങൾ നിരവധിയായ അനുഗ്രഹ സാക്ഷ്യങ്ങൾക്കും മാതൃഭക്തി പ്രഘോഷങ്ങൾക്കും അനുഭവവേദിയായിരുന്നു. കോഴിക്കോട് റോമൻ കത്തോലിക്ക അതിരൂപതയുടെ മെട്രോപൊളിറ്റൻ ആർച്ച് ബിഷപ്പ് മാർ വർഗീസ് ചക്കാലക്കൽ, കൃപാസനം മരിയൻ റിട്രീറ്റ് സെന്ററിന്റെ സ്ഥാപകനും ഡയറക്ടറുമായ റവറൻ ഡോക്ടർ ജോസഫ് വലിയ വീട്ടിൽ, കദോഷ് മരിയൻ മിനിസ്ട്രികളുടെ സ്പിരിച്വൽ ഡയറക്ടറും സെന്റ് ജോർജ് കത്തീഡ്രലിന്റെ സബ് ഡീനുമായ ഫാദർ ജാക്സൺ സെബാസ്റ്റ്യൻ, കദോഷ് മരിയൻ മിനിസ്ട്രി ചെയർമാൻ ബ്രദർ തോമസ് ജോർജ് എന്നിവരാവും കൃപാസനം ഉടമ്പടി ധ്യാനത്തിന് ലണ്ടനിലെ ഹാരോയിൽ നേതൃത്വം വഹിക്കുക. പരിശുദ്ധ കന്യാമറിയത്തിന്റെ അഭീഷ്ടപ്രകാരം തുടങ്ങിയ കൃപാസനം മരിയൻ റിട്രീറ്റ് സെന്ററിൽ പരിശുദ്ധ അമ്മയോട് ചേർന്നെടുക്കുന്ന ഉടമ്പടി പ്രകാരം ജീവിതം നയിക്കുമ്പോൾ ലഭിക്കുന്ന അത്ഭുതാനുഭവങ്ങൾക്കും രോഗശാന്തികൾക്കും അനുഗ്രഹങ്ങൾക്കും നിത്യേന ലഭിക്കുന്ന അനുഭവ സാക്ഷ്യങ്ങൾ അനവധിയാണ്. രാവിലെ 8 മണിക്ക് ജപമാല സമർപ്പണത്തോടെ ആരംഭിക്കുന്ന പ്രതിദിന ശുശ്രൂഷകളിൽ തുടർന്ന് ആരാധന, സ്തുതിപ്പ്, വിശുദ്ധ കുർബാന, തിരുവചന ശുശ്രൂഷ, അനുരഞ്ജന ശുശ്രൂഷ എന്നിവ ഉണ്ടായിരിക്കും. ദിവ്യകാരുണ്യ ആരാധനയോടെ പ്രതിദിന ധ്യാന ശുശ്രൂഷകൾ വൈകുന്നേരം 5 മണിയോടെ സമാപിക്കുന്നതാണ്. കൃപാസനം മരിയൻ ഉടമ്പടി ധ്യാനത്തിൽ പങ്കെടുക്കുവാൻ ലഭിക്കുന്ന ഈ അവസരം ഉപയോഗിക്കാനും അനുഗ്രഹങ്ങളുടെ വാതായനങ്ങൾ തുറന്നു കിട്ടുന്ന തിരുവചന ശുശ്രൂഷയിലും തിരുക്കർമ്മങ്ങളിലും പങ്കെടുക്കുവാനും കാദോഷ് മരിയൻ മിനിസ്ട്രീസ് ഏവരെയും സ്നേഹപൂർവ്വം ക്ഷണിച്ചു. പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ മുൻകൂറായി പേരുകൾ രജിസ്റ്റർ ചെയ്ത് സീറ്റുകൾ ഉറപ്പാക്കാൻ അഭ്യർത്ഥിച്ചു. ഈ ന്യൂസ് ബുള്ളറ്റിൻ അവസാനിച്ചു. നന്ദി.